ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഇത് ചെയ്യണോ വേണ്ടേ, അങ്ങനെ ഞാൻ കുറച്ച് നേരം ചിന്തിച്ച് അതിൻ്റെ ശേഷമാണ് ഈ ഒരു ടോപ്പിക്ക് ഓക്കെ ഞാൻ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയത്. വേറെ ഒന്നുമല്ല, ഈ ഒരു ടോപ്പിക്ക് വരുന്നത് നമ്മുടെ രേണുസുതി കിച്ചു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കിച്ചു രേണുസുതിയെ കാണാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പല എലിഗേഷൻസും യൂട്യൂബിൽ പങ്കുവെക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കിച്ചു ചെയ്ത ഒരു വീഡിയോന് താഴെ ഒരുപാട് നിനക്ക് അമ്മയുടെ വാല്യൂ അറിയില്ലേ, ഒന്നുമില്ലെങ്കിലും നിന്നെ എടുത്ത് വളർത്തിയ സ്ത്രീയല്ലേ, നിനക്ക് ഇത്രയും കാലം എല്ലാത്തിനും ഫണ്ട് തന്ന ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കിച്ചുനെ വളരെയധികം അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കമന്റ്സ് വന്നതിന്റെ ഭാഗമായിട്ട് കിച്ചു ഒരു റിപ്ലൈ വീഡിയോ, എന്തുകൊണ്ടാണ് അവൻ രേണുസുതിയെ കാണാൻ പോകാത്തത് എന്നുള്ളതിന്റെ ഒരു റിപ്ലൈ വീഡിയോ കിച്ചു ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് രേണുസുതി ഒരു വീഡിയോ തിരിച്ചു ചെയ്യുകയുണ്ടായി. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഇതിന് ഒരു റിപ്ലൈ വീഡിയോ, ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുടെ ഒരു കണ്ടീഷനും ഹെൽത്ത് കണ്ടീഷനും വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ചെയ്യണ്ട, അങ്ങനെ വിചാരിച്ച് വെച്ചതായിരുന്നു. പക്ഷെ ഇതിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ഏജും ഒരാളുടെ രോഗവും അയാൾക്ക് എന്തും പറയാനുള്ള ഒരു കാരണമാവില്ല. അതുപോലെ തന്നെ അവർ ചെയ്ത എല്ലാ തെറ്റും, അവർക്ക് വയസ്സായി, അപ്പം അവരന്ന് ചെയ്തതൊക്കെ പോട്ടെ, ക്ഷമിച്ചാളാ, അങ്ങനെ അവർക്ക് ഇന്ന രോഗമാണ്, അപ്പൊ അവർ ചെയ്തതൊക്കെ നമുക്ക് മറന്നു കളാന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തും ചെയ്യാനും എന്തും പറയാനും നമ്മൾ കൊടുക്കുന്ന ഒരു ലൈസൻസ് അല്ല ഒരാളുടെ ഏജും അവർക്ക് വരുന്ന രോഗവും. പക്ഷെ അവർ പ്രായം കൂടുന്തോറും അവർ ചെയ്യുന്നതൊക്കെയും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവർ ചെയ്തതൊക്കെയും നമ്മൾ മറക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മളത് അവരോട് പോട്ടെ, അവർക്ക് ഇത്ര വയസ്സായില്ലേ, അല്ലെങ്കിൽ അവർക്ക് ഇന്ന രോഗമല്ലേ, മതി, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നമ്മളതങ്ങോട്ട് വിട്ടുകൊടുക്കും. ആ വിട്ടുകൊടുക്കുന്നത് അവരോടുള്ള പേടി കൊണ്ടൊന്നല്ല, പക്ഷെ നമുക്ക് നമ്മളോടുള്ളൊരു സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടാണ്. നമ്മൾ എന്താ വിചാരിക്കുന്നുണ്ടായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പം ഇത്രയെന്നില്ലേ, ഇനിയിപ്പം നാളെ നമ്മളാണോ അവരാണോ എന്ന് അറിയില്ലല്ലോ, അപ്പൊ പോട്ടെ, അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുന്നത് അത് നമ്മുടെ ഒരു മാനസിക പരിഗണന, അല്ലെങ്കിൽ അത് നമുക്ക് നമ്മൾ വളർന്ന് വന്ന ആ ഒരു സംസ്കാരം, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ്. അല്ലാണ്ട് ഈജ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ് എന്ന് പറയുന്ന പോലെയും, അല്ലെങ്കിൽ ഒരു ഡിസീസ് അവർക്ക് എന്തും അവർ ചെയ്ത എല്ലാ തെണ്ടിത്തരവും നമുക്ക് പുറത്തു കൊടുക്കാനുള്ള ഒരു ലൈസൻസും അല്ല. ഇപ്പം കിച്ചുയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചു വളരെ വ്യക്തമായിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിൽ രേണുസുതി വീഡിയോസ് പങ്കുവെക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ കിച്ചു രേണുസുതിയോട് എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്, ഇത് ഋതപ്പനൊക്കെ കാണുന്നതല്ലേ എന്ന് ചോദിച്ച സമയത്ത് രേണുസുതിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതിന്ന് മന്ത്ലി ഇത്ര ഇൻകം കിട്ടുന്നുണ്ട്, സോ ആ ആൾക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് ആളുടെ ഇൻകം ആണ്, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ആണ് ആൾക്ക് മറ്റെല്ലാത്തിനെക്കാട്ടും വലുത്. ആള് എന്ത് പറയുന്നുണ്ട്, അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഒന്ന് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ രേണുസുതിയുടെ സ്ഥാനത്തൊന്ന് വെച്ചിട്ടൊന്ന് നോക്കി നോക്കുക. ഇപ്പം ഞാനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മക്കൾക്ക് എത്രമാത്രം സൈഡ് എഫക്റ്റ് ആയിരിക്കും, അവർക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്രമാത്രമായിരിക്കും. അതുപോലെ ഇപ്പം എൻ്റെ അമ്മയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലോ, എനിക്ക് ആ ഒരാളെ പിന്നെ എൻ്റെ അമ്മയായിട്ട് കാണാൻ പറ്റുമോ? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തോന്നിവാസം കാണിച്ചിട്ടാണെങ്കിൽ നമുക്ക് ആളെ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു സ്ത്രീ തൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേശ്യയായതെന്ന് പറഞ്ഞാൽ നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? നമ്മൾ അവരോട് ചോദിക്കില്ലേ, നിങ്ങൾക്ക് എന്തൊക്കെ വേറെ പണി ഈ ഭൂമിയിൽ കിട്ടും, നിങ്ങൾ ഇങ്ങനത്തെ ഒരു പണിക്ക് പോകണമെന്ന് നമ്മൾ ചോദിക്കില്ലേ? ഇതേ സെയിം സാധനമാണ് കിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് രേണുസുതിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെങ്ങനെയാണ് രേണുസുതിക്ക് ഒരു ക്യാൻസർ വന്നെന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രേണുസുതിക്ക് ഈ രോഗമാണെന്ന് കണ്ടപ്പം. രേണുസുതി പറയുന്നുണ്ട്, അവരെല്ലാവരും എന്നോട് മാപ്പ് എടാ, നിന്നോട് മാപ്പ് ചോദിച്ചതല്ല രേണുസുതി, അവരുടെ മാന്യത പ്രകാരം ഇനി വേണ്ട, ഈ ചീഞ്ഞളഞ്ഞ ടോപ്പിക് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയതാണ്. പക്ഷെ അവിടെ ഷെഫീന ബീബിയും റയർ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്ദീപ് തോന്നുന്നുണ്ട്, അവരുടെ സ്റ്റാൻഡിൽ തന്നെ നിന്നിട്ട് അവർ പിന്നെയും അവരുടെ ആ വ്യക്തതയോടെ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, രേണുസുതി ഇതിനൊരു ക്ലാരിഫൈ വീഡിയോ ആയിട്ട് രേണുസുതി വന്നിട്ടുണ്ട്. അതിൽ രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കിച്ചുവിനോട് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പം അവൻ എന്നോട് ഗുഡ് എന്നാണ് പറഞ്ഞത്, അമ്മ ഇങ്ങനെ ചെയ്യേണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിത് തുടങ്ങിയില്ലായിരുന്നു.
ഫസ്റ്റ് ഓഫ് ഓൾ രേണുസുതി സോ സോറി ടു സേ ദാറ്റ് അന്ന് കിച്ചു ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും രേണുസുതി ഈ സബ്സ്ക്രിപ്ഷൻ അവിടെ നിർത്തില്ല. കാരണം രേണുസുതിക്ക് വേണ്ടത് പണമാണ്, ആ പണം അതിലൂടെ കിട്ടും. പിന്നെ കിച്ചുവിന് അറിയില്ല, അപ്പം സബ്സ്ക്രിപ്ഷൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അതിൽ കൂടെ നല്ല നല്ല കുറേ കണ്ടന്റ് കൊടുക്കാം. നമുക്ക് പാട്ട് പാടാം, അല്ലെങ്കിൽ നല്ല നല്ല ടിപ്സ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിലിടാത്ത നമ്മൾ എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്ത് പോകുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സോ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് സബ്സ്ക്രിപ്ഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ആ കുട്ടി ആ സമയത്ത് വിജയിച്ചിട്ടുണ്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അല്ലാണ്ട് ഈ ഗോഷ്ടി കാണിക്കും എന്നുള്ളത് ആ ചെക്കിനപ്പം അറിയുന്നില്ലല്ലോ. അപ്പം അതൊരിക്കലും ഒരു ന്യായീകരണമല്ല. പിന്നെ രേണുസുതിയുടെ ഭാഗത്തു നിന്ന് ഭയങ്കര ഭീഷണിയാണ്. നിനക്കും എനിക്കും മാത്രം അറിയാവുന്ന സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണ്, 4th സ്റ്റേജ് എന്നാണ് പറയുന്നത്. നല്ല റെസ്റ്റ് വേണം, മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് വേണം. അപ്പോൾ വേണ്ടാത്ത വയ്യാവേലികളൊന്നും എടുത്തിട്ട് അതിലിടപെട്ടിട്ട് എന്തിനാണ് വെറുതെ നാറുന്നത് അല്ലേ? അപ്പം വേണ്ടാത്തൊരു കോണ്ടന്റ് ഇനി പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഈ ഒരു പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരി എന്ന് പറയുന്നത് രേണുസുതി തന്നെയാണ്. കിച്ചു എല്ലാം ആദ്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. രേണുസുതി കിച്ചു എന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ എന്തുകൊണ്ടാണ് പോവാഞ്ഞത് എന്നുള്ള ഒരു കാര്യം കിച്ചുവിന് നമ്മുടെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറയേണ്ടി വന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ കിച്ചു ഒരിക്കലും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയത്തില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് അതിൻ്റെ ഒരു സത്യമായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന മറ്റൊരു കാര്യം, ഇന്നലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഹെലനോസ് പാട്ടനെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ പോലീസ് പിടിക്കേറ്റുണ്ടായിരുന്നു. അതിനെ ഭയങ്കര ജസ്റ്റിഫൈ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക ഒന്നുമില്ലാത്ത രീതിയിൽ ഞാൻ അത്രേ ചെയ്തിട്ടേ ഉള്ളൂ, എന്നോട് പോലീസുകാർ ഭയങ്കര നല്ലോണമാണ് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടാണ് ഞാൻ ന്യായീകരിക്കുന്നത്. ചെയ്തത് തെറ്റാന്നാൾ പറയുന്നുണ്ട്, എങ്കിലും അത് വലിയൊരു കാര്യമല്ല എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു ഈ ധന്യ ഇരുന്നിട്ട്. ധന്യയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിപ്പോൾ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ ധന്യെ നീ ആ കാറിലിരുന്നിട്ടുണ്ടല്ലോ, ഇതിപ്പോൾ ജാസിയൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? ധന്യ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ചെയ്ത തെറ്റ് തന്നെയാ. ഞാൻ അത് ഫുള്ളാണെങ്കിലും ഹാഫാണെങ്കിലും കാലാണെങ്കിലും ഒക്കെ അടിച്ചിട്ട് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റെന്നാണ് ധന്യ ചെയ്താൽ മാത്രം അത് തെറ്റല്ലാണ്ടിരിക്കില്ല. പിന്നെ പോലീസുകാർ ഒരു പെറ്റി അടിച്ച് മാത്രം കൊടുത്തു, വണ്ടി അപ്പം തന്നെ കൊടുത്തു എന്നൊക്കെ പറയുന്നത് അത് ഏത് പോലീസുകാരാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോലീസുകാരുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാമല്ലോ. മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർ ആ വണ്ടി പിടിച്ച് കൊണ്ടുപോയില്ലേ, മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുപോയില്ലേ? അപ്പം എന്താ ധന്യക്ക് ഇതൊന്നും ബാധകല്ലേ? ധന്യക്ക് എന്താ കൊമ്പുണ്ടോ? ധന്യക്ക് എന്താ കൊമ്പുണ്ടോ? പോലീസേ, ധന്യ പറഞ്ഞതാണ് ശരിയെന്നുണ്ടെങ്കിൽ ധന്യക്ക് എന്താ കൊമ്പുണ്ടോ? എല്ലാ പൗരനുള്ള പോലത്തെ നിയമം തന്നെയല്ലേ ധന്യക്കും വേണ്ടത്? ഇതൊക്കെ പോവട്ടെ, സീക്രട്ട് ഏജന്റ് ഇരുന്നിട്ടൊരു ന്യായീകരണം ഉണ്ട് ധന്യനെ. എടോ, തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാം സീക്രട്ട് ഏജന്റ്, അല്ലാണ്ട് എന്താ ഡബിൾ സ്റ്റാൻഡ് കാണിക്കരുത് കേട്ടോ. നിന്റെ ഫ്രണ്ടൊക്കെ ആയിരിക്കാം, അത് വിചാരിച്ചിട്ട് ധന്യ ചെയ്തത് തെറ്റല്ലാണ്ടേ ആവോ? എന്ത് ന്യായീകരണ, എന്തൊക്കെയാ പറയുന്നത്? എല്ലാ തെറ്റിലും പ്രതികരിക്കുന്ന ഒരാളാണെന്ന്. പ്രതികരിക്കുന്ന ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റല്ലാണ്ടാവുമോ? തെറ്റല്ലാണ്ടാവില്ലല്ലോ. എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാളല്ലേ. ജാസിനൊക്കെ വലിച്ച് ചീന്തി കയറി തിന്ന ഒരാളല്ലേ. അപ്പൊ ആ ധന്യ ചെയ്താൽ അത് തെറ്റല്ലാണ്ട് എങ്ങനെയാവുക? നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിന് എത്ര കൊമ്പത്തിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അത് തെറ്റ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, 2026 ഇൻഫ്ലുവൻസേഴ്സ് തൂക്കി ഗൈസ്. പെട്ടെന്ന് നോക്കിയാലും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ ഒരു വീഡിയോ കാണുവരെ ബൈ.